ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പൊട്ടറ്റോയും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു മസാലയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 3 പൊട്ടറ്റോ ചെറുത്. അപ്പോൾ നമ്മൾ അല്പം വലിപ്പമുള്ള പൊട്ടറ്റോ ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്ത് വരാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. അതായത് അല്പം നീളത്തിലും ഒരുവിധം കനം കുറച്ചും തന്നെ നമ്മൾ ആ പൊട്ടറ്റോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെള്ളത്തിലിരിക്കട്ടെ. അതിന് ശേഷം അത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. 1/2 സ്പൂണ് മല്ലി, ഒരു 3 വലിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു. ഒരു 10-15 കുരുമുളക് ചേർത്ത് കൊടുത്തു. ഒരു 4 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ മിക്ക മസാലക്കൂട്ടിലും ഇതേപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചെറിയ വ്യത്യാസം ഉണ്ടുള്ളൂ. ഇപ്പോൾ ഒരല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതേപോലെ ആകുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഞാനത് വേറെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. ഇതേപോലെ നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയോ മീനോ അതേമാതിരി മസാലക്കറികൾ സോയാബീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഞാനിത് ഒന്നുകൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ച് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇതേപോലെ കൈകൊണ്ട് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. കരിയാതെ തന്നെ നമ്മൾക്കിതൊന്ന് ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വളരെ നമ്മൾ പൊടിയാക്കിയിട്ടല്ല, അല്പം വലിപ്പത്തിൽ തന്നെ പീസാക്കി ഇത് ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് 2 വശം ഇതേപോലെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മളത് വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ഇനി അതേ ഫ്രൈ പാനിൽ നമ്മൾ അതേമാതിരി 1 ടീസ്പൂണ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ ഇട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് നമ്മളൊരു 4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വെക്കണം. 4 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ആ പൊട്ടറ്റോ ഒക്കെ ഇതേമാതിരി ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു അല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 5 വെള്ളുള്ളി 2ആയി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സവോള, നേരത്തെ ഉള്ള സവോള ഇതേമാതിരി വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിന് നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവുള്ളൂ, കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു തവണ കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് അതേമാതിരി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ആ സവോളയുടെ വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായി വരും. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, പൊട്ടറ്റോ ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളത് 2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ കിഴങ്ങെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 സ്പൂണ് മസാല ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ മാതിരി മസാല നിങ്ങൾ ചെയ്ത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ നല്ല ഒരു മസാലക്കൂട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് നല്ലതുപോലെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് പോരാത്ത ഉപ്പ് അല്പം ഞാൻ കൈ കൊണ്ട് തന്നെ വിതറി കൊടുത്തു. പിന്നെ ആ മുട്ട ചിക്കിയതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഒക്കെ നല്ല ഒരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ അടിപൊളിയായില്ലേ. ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതേപോലെ അങ്ങോട്ട് തൂവി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതേവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.